ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ നട്ട കുറച്ച് മുളകും തൈകളുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പും കൂടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെള്ള കളറിലുള്ള മുളകാണ്. നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഉപയോഗം നടക്കുന്നുണ്ട്. വെള്ള കളറാണ് ഈ മുളകുണ്ടാവുക. ഇത് നിറച്ച് കായ്ക്കും. അങ്ങനെ പ്രത്യേകിച്ചൊരു വളമൊന്നും ഇതിലിട്ട് കൊടുക്കലില്ല. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ ഇങ്ങനെ കിട്ടും. ഇതൊക്കെ തന്നെയാണ് കണ്ടോ, ഇതേപോലെ നിൽക്കും. വെള്ളമൊക്കെ ഭയങ്കര എരിവാട്ടതിന്. ഇതൊക്കെ അങ്ങനെ വെള്ള മുളകുകളാണ്. പിന്നെയുള്ളൊരു ഐറ്റം ഇതാണ് കണ്ടോ, ഇതാണ് ബുള്ളറ്റ് മുളക്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ, അതിന് നമ്മൾ ബുള്ളറ്റ് മുളക് എന്ന് പറയാം. ആ മുളകുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പറിക്കട്ടെ കേട്ടോ. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ നട്ട കുറച്ച് മുളകും തൈകളുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പും കൂടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വെള്ള കളറിലുള്ള മുളകാണ്. നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഉപയോഗം നടക്കുന്നുണ്ട്. വെള്ള കളറാണ് ഈ മുളകുണ്ടാവുക. ഇത് നിറച്ച് കായ്ക്കും. അങ്ങനെ പ്രത്യേകിച്ചൊരു വളമൊന്നും ഇതിലിട്ട് കൊടുക്കലില്ല. ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ ഇങ്ങനെ കിട്ടും. ഇതൊക്കെ തന്നെയാണ് കണ്ടോ, ഇതേപോലെ നിൽക്കും. വെള്ളമൊക്കെ ഭയങ്കര എരിവാട്ടതിന്. ഇതൊക്കെ അങ്ങനെ വെള്ള മുളകുകളാണ്. പിന്നെയുള്ളൊരു ഐറ്റം ഇതാണ് കണ്ടോ, ഇതാണ് ബുള്ളറ്റ് മുളക്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ, അതിന് നമ്മൾ ബുള്ളറ്റ് മുളക് എന്ന് പറയാം. ആ മുളകുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പറിക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ട ഗൈസ്, എനിക്ക് ഇത്രയും മുളക് കിട്ടി. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു മുളകിൻ്റെ തൈയൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള മുളക് നമുക്ക് കിട്ടും. വെറുതെ കടയിൽ നിന്നൊന്നും വെറുതെ മറ്റേ എന്താ പറയുക, ആവശ്യമില്ലാത്ത വളങ്ങളൊക്കെ ഇട്ട് വരുന്ന മുളകും പച്ചക്കറികളൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കഴിയുമ്പോൾ നമ്മൾ തന്നെ പറിച്ച് കറി വെക്കുമ്പോൾ അതൊരു വേറൊരു രസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.